എവിടെയാ? ഷാർജ സ്പിന്നീസ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ആക്ച്വലി നമ്മളിന്ന് വീഡിയോ എടുക്കാനുള്ള പ്ലാനിലൊന്നും വന്നതല്ല കേട്ടോ. നമ്മളിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കഴിക്കാനുള്ള ആഗ്രഹം മൂത്ത് തപ്പിത്തിരഞ്ഞിറങ്ങിയതാണ്. കറങ്ങി തിരിഞ്ഞ് സ്പിന്നീസ് വരെ എത്തി. ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെറൈറ്റീസ് ഓഫ് അവക്കാഡോ കൊണ്ടുള്ള കലവറ തന്നെയാണ് ഇവിടെ. ശരിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ശരിക്കും ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ മെക്സിക്കൻ അവക്കാഡോ, പിന്നെ ഓസ്ട്രേലിയൻ അവക്കാഡോ, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. ഇതിൻ്റെ അടുത്തത് പപ്പായ സെക്ഷനാണ്. $16.50 ശ്രീലങ്കൻ പപ്പായ. മത്തങ്ങ പോലെ ഇരിക്കുന്നെങ്കിൽ ഇത് കൊറിയൻ ഷിങ്കോ പിയേഴ്സ് ആട്ടോ. ഇത് കാഴ്ചയ്ക്ക് ഒരു മത്തങ്ങയുടെ വലിപ്പമുണ്ട്. ഇത് പിയേഴ്സൊക്കെ പല ടൈപ്സ് ഉണ്ട്. ഇച്ചിരി നിറമങ്ങലൊക്കെ ഉണ്ട്, പക്ഷെ ഓർഗാനിക് ആയതുകൊണ്ടായിരിക്കാം. ഇത് ഒരെണ്ണത്തിനോ പീസൊന്നുമല്ല ഇവിടെ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ നോക്കി നാച്ചുറൽ എന്നിട്ട് കിട്ടുന്നതിൻ്റെ ഭംഗി മീൻസ് നമ്മളല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ എന്തോ നല്ല ചൊക്കാന്നിരിക്കും. പക്ഷെ ഇത് നോക്കി, ഇതിന് ചെറിയൊരു ചുളിവൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ശരിക്കും നാച്ചുറലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാംഗോ ടേസ്റ്റ് ചെയ്ത് നോക്കി എടുത്താൽ മതി. നല്ല മധുരമൊന്നുമല്ല. ഒരു സൈഡിലെ ഷെൽഫ് മുഴുവൻ ഓർഗാനിക്സ് മാത്രം, ഓർഗാനിക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അങ്ങ് തൊട്ട് അങ്ങറ്റം വരെ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിരിക്കുന്നത്. അത് കാണാൻ തന്നെയാണ് ഒരു ഭംഗി. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാ കൂട്ടവും ഉണ്ട് കേട്ടോ. ഇതെല്ലാം പല രാജ്യങ്ങളിൽ നിന്നുള്ള എക്സ്പോർട്ടഡ് ക്വാളിറ്റി സാധനങ്ങളാണ്. അതിൻ്റേതായ ഒരു പ്രത്യേകത തന്നെ ഉണ്ട് കേട്ടോ. അത് വെച്ചിരിക്കുന്ന രീതി ആയാലും അതിൻ്റെ പ്രസൻറ്റേഷൻ ആയാലും എല്ലാം നല്ല ഭംഗിക്ക്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വീണ്ടും വീണ്ടും അത് പറയുന്നത് അത്രയ്ക്ക് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പിന്നെ ഒരു സൈഡ് മുഴുവൻ ചെറീസാണ്. ഇത്രയും ബെറീസ് ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അതും പല രാജ്യങ്ങളുടേത് എല്ലാം തന്നെയുണ്ട്. ചെറി ബെറി, സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക് ബെറി, പിന്നെ ഗൂസ്ബെറീസ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അത് ശരിക്കും നല്ല ഭംഗിയായിരിക്കുന്ന കാണാനും. എല്ലാം തന്നെ ഉണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ബെറി ടൈപ്സ് എല്ലാം കൂടെ ഒരു സെക്ഷനായിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട്. മറ്റേ ഓയിലൊക്കെ ഉണ്ടാവും. ഈ കുപ്പിക്കകത്തിരിക്കുന്നവൻ ചെറിയ ആളൊന്നും അല്ല കേട്ടോ. ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരുടെ ഫേവറേറ്റ് സാധനമാണ് എഗ് വൈറ്റ്സ് മാത്രമായിട്ടൊരു കുപ്പിക്കകത്ത്. അതും 15 മുട്ടയുടെ എഗ് വൈറ്റ്സ് മാത്രം. പുല്ല് മാത്രം തിന്നുന്ന കോഴിയുടെ മുട്ട ഞാനും മേടിച്ചു 12 റംസ്. ഇതാണ് ശരിക്കും എക്സ്ട്രാ വെർത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്ട്രാ വെർത്തി. മയോനൈസ് ഉണ്ടോ? മയോനൈസ് എസെൻഷ്യൽ മയോനൈസ്. ഇതെല്ലാം ഇറ്റാലിയൻ ഒലിവ് ഓയിൽ. ഈ കാണുന്ന റെഡ് ബോട്ടിലിരിക്കുന്ന സാൽമൺ ഫിഷിന്റെ മുട്ടയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്. അടുത്തതായി ഈ കാണുന്നതാണ് കേട്ടോ സ്മോക്ഡ് സാൽമൺ. ഇതിനകത്ത് ശരീരത്തിന് ആവശ്യമായ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, പ്രോട്ടീൻസ് എല്ലാം വളരെയധികമുണ്ട്. ഇത് വർക്കൗട്ട് ചെയ്യുന്നവർക്കും കൂടാതെ കുട്ടികൾക്കാണെങ്കിൽ പോലും വളരെ നല്ലതാണ്. ഒരു സൈഡ് മുഴുവൻ ഡയറി പ്രൊഡക്ട്സിന്റെ സെക്ഷൻ ആയിരുന്നു. ഇവിടെ നമ്മുടെ ക്യാമൽ മിൽക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ചിയാസീഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ചിയാസീഡും ഫ്ലാക്സീഡും ഒക്കെ ഇപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നവരുടെ ഫേവററ്റ് പ്രോഡക്റ്റാണ്. കാരണം ഇതിന് വെയിറ്റ് ലോസ് ചലഞ്ച് മാത്രമല്ല കേട്ടോ, ഹാർട്ടിൻ്റെ ഹെൽത്തിനായാലും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനായാലും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഗ്രേപ്പ് ജ്യൂസ്, ഗ്രീൻ 27 അല്ലേ? എത്ര 26.50 അല്ലേ? ഫ്രൂട്ട്സ്, ബാർലി, ഗ്രേപ്പ് ഫ്രൂട്ട്. ഇത് ബിയറല്ലേ? ഇത് ബിയറാ? സീറോ ഷുഗർ. അത് സീറോ ഷുഗർ ബിയർ. റൂട്ട് ബിയർ.
ഇതാണ് എൻ്റെ വീക്കെൻഡ് ഔട്ടിംഗ് വിത്ത് ഹസ്ബൻഡ് ഇൻ ഷാർദ സ്പിന്നീസ്.